അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ ഒന്നിനെയോ സ്നേഹിക്കില്ല യേശുവേ. ഫെയ്ത്ത് ജോസഫ് പാസ്റ്റർ, അതുപോലെ പ്രധാന വചന ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കപ്പെട്ട ബെഥൽ ബൈബിൾ കോളേജ് അധ്യാപകൻ പാസ്റ്റർ ജോൺസൺ ശാമുവേൽ അവരുകൾ, സിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ജോജി, പാസ്റ്റർ സജു പുല്ലുക്കോണം, ഇവിടുത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ ഷിബു കുമാർ, നാറാണി സഭയുടെ പാസ്റ്റർ സെക്ഷന്റെ സെക്രട്ടറിയുമായിരിക്കുന്ന പാസ്റ്റർ അലൻ ദാനിയൽ, പെരുകിടവിള പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഷൈജു അവറുകൾ, മാമ്പഴക്കര പ്രവർത്തിക്കുന്ന പാസ്റ്റർ സിജു തോമസ്, മുഴങ്ങിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഹെഡ്സൺ ജോയ്, അതുപോലെ കാക്കണത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർ സാംകുഞ്ഞ്, പഴമല പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഷാജി അവറുകൾ, ചായക്കോട്ടുണത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർ എസ് ബാബു, പ്രിയ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, സി എ അംഗങ്ങൾ എല്ലാവർക്കായി അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ആ കയ്യിൽ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേര് ആ പട്ടണത്തിന് ഇടുവാനിടയാണ്. 5-ാം അധ്യായത്തിലോട്ട് വരാം. 21-ാമത്തെ വാക്യം, 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ 18-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു പറഞ്ഞു. യാരേദിന്റെ വയസ്സായിരുന്നു ജനിപ്പിച്ചു. മതി, ഇനി 21 വായിക്കണം. 300 സംവത്സരം ദൈവത്തിന്റെ കൂടെ നടത്തി പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മതി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ഹാനോക്കുമാരെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് കയീന്റെ മകനായിരിക്കുന്ന ഹാനോക്കും യാരേദിന്റെ മകനായിരിക്കുന്ന ഹാനോക്കും. ഇന്ന് ഈ സിയുടെ ക്യാമ്പില് ഒരു വിഷയമൊക്കെ അവർ കൊണ്ടുവന്നൊക്കെയാണ് ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിൽ ജീവിക്കണം, അത് എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ക്ലാസ്സും അനുബന്ധ കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ പഴയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റുന്ന യാതൊരു വിധമായ സാധ്യതകൾ, സ്വഭാവം എന്നൊരു വാക്ക് മാറ്റിട്ട് അഭിലാഷം, ആഗ്രഹം എന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നു. ക്ലാസ് ലീഡ് ചെയ്യുവാൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകൾ, ദേവദാസിന്റെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ അതുകൊണ്ട് എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം അവസാന ഭാഗത്ത് ഈ 15-ാം അധ്യായം ഉൾപ്പെടുന്ന 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ
യേശു കർത്താവിന്റെ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ സന്ദേശം. ഒടുവിലായി തന്റെ ശിഷ്യന്മാരോട് ഓർപ്പിച്ചുണർത്താനുള്ള പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇതുപോലെ ഒരു പഠനം പോലെ, ഒരു ക്ലാസ് പോലെ വളരെ അത്യാവശ്യമായിട്ട് അവർ പിന്നീട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ റോമൻ അധികാരികൾ അറസ്റ്റ് ചെയ്യുന്നതും തന്നെ വിസ്തരിക്കുന്നതും ക്രൂശിക്കുന്നതും തന്റെ മരണപുനരുത്ഥാനങ്ങളൊക്കെയാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അതിന് തൊട്ടു മുമ്പ് ഉള്ള ഈ വിടവാങ്ങൽ സന്ദേശം എന്ന് പറയുമ്പോൾ ആ വിടവാങ്ങൽ സന്ദേശത്തിന് എത്ര കണ്ട് പ്രസക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാൻ കഴിയും. അതിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുകയാണ്, വിശുദ്ധ യോഹന്നാനാണ് തന്റെ ഈ പ്രഭാഷണത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ ഈ ഭാഗം ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നു. പറയുകയാണ്, അതിനുശേഷം ഒരു പ്രത്യേക അലങ്കാര പ്രയോഗം എടുത്തുകൊണ്ടാണ് താനത് വിശദീകരിക്കുന്നത്. അതിന്റെ 1-ാം വാക്യം മുതലേ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും ഒരു അലങ്കാര പ്രയോഗമാണ്. അതിലൂടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, എന്നിൽ വസിക്കുവിൻ. മുന്തിരിവള്ളിയുടെ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി നിലനിൽക്കുവാൻ, ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കും. ഇതാണ് അവിടുത്തെ ആശയം. ആ മുന്തിരിവള്ളി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിന് വളരെ വിശാലമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് എടുത്ത് വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ചിന്താവിഷയമാണ്. എന്നാൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമുക്ക് ഏറെ പങ്കുപേർക്കും അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുള്ളവരാണ്. ഇവിടെ കർത്താവ് പറയാണ്, വളരെ ആഴമായിരിക്കുന്ന ഒരു ആന്തരിക ബന്ധം